ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന്. സോ ഞാൻ ആ ഫംഗ്ഷന് പോകാനായിട്ട് റെഡി ആവുകയാണ്. അപ്പം ഞങ്ങളുടെ ഡ്രസ് കോഡ് വന്നിട്ട് ഒരു ബ്ലൂ ജീൻസും വൈറ്റ് ടോപ്പും ആണ്. സോ ഞാൻ അതൊക്കെ എടുത്ത് തേച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് റെഡി ആവാം. ഞാൻ ഈ വൈറ്റ് ജീൻസും ബ്ലൂ ജീൻസും ഈ വൈറ്റ് ഞാൻ ഹോൾ വീഡിയോയിൽ കാണിച്ച ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇടാൻ പോകുന്നത്. കെ ബ്യൂട്ടിയുടെ റെസ്പെക്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എടുത്തുകൊണ്ട് അപ്പം ഞങ്ങൾക്ക് ചെല്ലേണ്ടിയിരുന്നത് അവർ വരുമെന്ന് പറഞ്ഞത്, അതായത് ഈ ബ്രൈഡ് ടു ബി സെലിബ്രേഷനാണ് ഞങ്ങളവിടെ. ബ്രൈഡ് ടു ബി മീൻസ് ഒരു ബാച്ചിലർ പാർട്ടി പോലെ സെലിബ്രേഷനാണ് ഞങ്ങളവിടെ പ്ലാൻ ചെയ്തിരുന്നത്. സോ അവർ വരുമെന്ന് പറഞ്ഞത് 5:30 ഒരു 3 മണിയാകുമ്പോഴത്തേക്കെങ്കിലും ചെല്ലണമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ ഞാൻ പോവാണ്. ഇതിപ്പം വർക്കല ക്ലിഫ് ആ ഒരു ഭാഗത്തൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സൈഡിൽ നല്ല കായലും മറ്റൊരു സൈഡിൽ കടലും ഒക്കെയാണ്. ഇത് രണ്ടും കൂടെ സംഗമിക്കുന്ന ഒരു സ്ഥലം തോണ്ട് അവിടെ ഒരു ലാൻഡ് കാണുന്നില്ലേ, ആ സ്ഥലമാണ് ഇത് രണ്ടും കൂടെ സംഗമിക്കുന്ന സ്ഥലം. അപ്പം ഞങ്ങൾ കൊല്ലംകാർക്ക് ഭയങ്കര ഫേവറേറ്റ് പ്ലേസാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ ഞാൻ ഹോട്ടലിലെത്തി. ഹോട്ടലിൽ നമ്മൾ 4 റൂമാണ് എടുത്തിരുന്നത്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഒരു ടൂറ് പോലുള്ള സംഭവം ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ജസ്റ്റ് ആദ്യമേ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് കയറി എവിടെയാണ് റൂം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തപ്പേണ്ട ഒരു ധൃതിയിൽ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നല്ല കാറ്റാണ് കേട്ടോ, അടിപൊളി സ്ഥലമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഫ്രണ്ടിൽ കടലാണ്. അപ്പോൾ ഞങ്ങൾക്ക് മുകളിലത്തെ റൂമാണ് തന്നിരിക്കുന്നത്. ഈ 4 റൂമിൽ ഒരു റൂം മാത്രമേ ഉള്ളൂ താഴെ, ബാക്കിയെല്ലാം മുകളിലാണ്. അപ്പോൾ ഈ റൂമിൽ ഒരു അഡീഷണൽ ബെഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് 3 പേർക്ക് എടുക്കാൻ പറ്റുന്ന വേറൊരു ബെഡുണ്ട്. ഞങ്ങൾ ഒരു റൂമിൽ 4 പേര് വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ഹാങ്ങറും ടവലും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്ഥിരം ഹോട്ടൽസിലൊക്കെ കാണുന്ന പോലെ കോഫി ഉണ്ടാക്കാനും വെള്ളം കുടിക്കാനും ഒക്കെയുള്ള കുറച്ച് സാധനങ്ങൾ. അങ്ങനെ ഞാൻ പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ്. കാണിച്ചു തരാം കേട്ടോ, അടിപൊളി വ്യൂ ആണ്. ഭയങ്കര കാറ്റാണേ. കെട്ടി വെച്ചു, കാറ്റൊരു രക്ഷയില്ല, ഭയങ്കര കാറ്റാണ്. അപ്പോൾ ഞാനിങ്ങനെ പുറത്തോട്ട് പോകുമായിരുന്നു എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് പേരെ ആദ്യം വന്നോളൂ, ബാക്കി എല്ലാവരും കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് വന്നത്. ഈ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും വണ്ടി തന്നെ പഞ്ചറായി. അപ്പോൾ അവർ വന്നപ്പോൾ നല്ല ലേറ്റായി. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇതെല്ലാം ഒന്ന് മീൻസ് സെലിബ്രേഷനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. സോ ബലൂൺ വീർപ്പിക്കുക, ഹാപ്പി വെഡ്ഡിങ് എന്നിടുക, ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്യുക, പിന്നെന്താ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പം കറൻറ്റ്ലി 5 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം ഓരോരോ പണികളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ പിന്നീട് എപ്പോഴെങ്കിലും കാണുമ്പോൾ ഓർക്കാമല്ലോ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ സെറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഓരോ ലെറ്റേഴ്സ് നമുക്ക് വീർപ്പിക്കണം. എൻ്റെ അമ്മ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ശരിയാവുന്നില്ല, നമ്മൾ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടേണ്ടി വരും. പിന്നെ അവൻ വന്നിട്ട് ആ ആംഗിളൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് തന്നെയാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് W ആണ്. എന്തൊക്കെയോ ഒന്ന് കാണിക്കുന്നുണ്ട് എല്ലാവരും കൂടെ. അങ്ങനെ എന്നെ ചലഞ്ച് ചെയ്തതാണ് കേട്ടോ, W വീർപ്പിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചലഞ്ച് ചെയ്തതാണ്. അങ്ങനെ വീർപ്പിച്ച് കൊടുത്തു. നമ്മൾ കുറച്ച് എഫേർട്ട് ഇടുന്നു, മീൻസ് കുറച്ച് പാടാണ് ഈ ലെറ്റേഴ്സൊക്കെ വീർപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഹാപ്പി വെഡ്ഡിങ് ആണ്. ഞങ്ങൾ അപ്പോൾ ഓരോ ലെറ്റേഴ്സ് ഓരോരുത്തർക്ക് കൊടുത്തിട്ട് ചെയ്യാണ്. എനിക്ക് കിട്ടിയ W ആയിരുന്നു, ഓക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ അതിങ്ങനെ ഓരോ ടോയിനിൽ ഇങ്ങനെ കയറ്റിയിട്ട് അതിങ്ങനെ
സെറ്റപ്പ് ചെയ്യാന്നുള്ള ചർച്ചയും കാര്യങ്ങളും ലൈറ്റിങ്ങൊക്കെ എങ്ങനെ വെക്കാം അങ്ങനെയുള്ള, പിന്നെ ഞങ്ങൾ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോഴായപ്പോഴത്തേക്ക് കുറേ പേര് കൂടെ വന്നു, കുറേ ആളുകൾ കൂടെ വന്നു. ബ്രൈഡും ഗ്രൂമും എന്തായാലും വന്നിട്ടില്ല, ബാക്കി ആരും വന്നു. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് എവർ ടൈം ലാബ്. 3, 2, 1. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഫൈനൽ ഡെക്കറേഷൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയേക്കാണ്. ആ ഹാപ്പി വെഡ്ഡിങ് അവിടെ എത്ര തവണ വെച്ചെന്ന് ആർക്കും അറിയില്ല. ഈ ഗ്രൂമും ബ്രൈഡും ലേറ്റ് ആയത് ഭയങ്കര ഭാഗ്യമാണെന്ന് വിചാരിക്കുമായിരുന്നു. പിന്നെ ആ സംഭവം ആ ഫാനിൽ തൂക്കിയിട്ടേക്കുന്നത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് നേരം, അവരെന്തായാലും വരാൻ ലേറ്റാവും, അങ്ങനെ ഞാൻ കുറച്ച് നേരം നിന്ന് ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ ഹോട്ടലിൻ്റെ ആ ഒരു ടൂറിനകത്ത് ഞാൻ കാണിക്കാം, അതിന് വേണ്ടിയിട്ട് എടുത്തതാണ്. പിന്നെ ഞാൻ ഈ വീഡിയോയിലും കൂടി ഇൻക്ലൂഡ് ചെയ്തു. അങ്ങനെ അവരിങ്ങനെ വരാനായിട്ട് ഉള്ളൊരു വെയിറ്റിങ്ങിലായിരുന്നു ഞങ്ങൾ. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നത്. ഞാനങ്ങനെ ആർക്കും സർപ്രൈസ് കൊടുത്തിട്ടില്ല. അപ്പം അവർക്ക് ഒരു ഐഡിയ ഇല്ല. അതായത് ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ ഞങ്ങൾ കുറേ പേര് ഇവിടെ നിന്ന് റിലീവ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾ അതിന് മുന്നേ എല്ലാവർക്കും ഒരുമിച്ച് കൂടാം, അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ്. അവരോടത്തും ഇതാണ് തന്നെ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. അവൾ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിപ്പോയി, കാരണം ഒരു ഐഡിയ ഇല്ല. അങ്ങനെ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നതും കാണുന്നതും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര സന്തോഷം തോന്നി. ഞങ്ങൾ എല്ലാവരും വൈറ്റാണല്ലോ പ്ലാൻ ചെയ്തത്, അവൻ എങ്ങനെയോ വൈറ്റ് ഇട്ടു. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ ചോദിക്കുന്നത്, നിനക്ക് എങ്ങനെ അറിയാടാ ഞങ്ങൾ വൈറ്റായിരുന്നു എന്ന്. അങ്ങനെ പിന്നെ എൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അവൾ ചോദിക്കുക, എപ്പോഴാണ് നിങ്ങളിതൊക്കെ പ്ലാൻ ചെയ്തത് എന്നുള്ള കേസൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കേക്ക് വാങ്ങിയെന്ന്. അങ്ങനെ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറൊക്കെ ചെയ്തു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഈ ഹോട്ടലിൽ നിന്ന് ബീച്ചിലേക്ക് ആക്സസ് ഇല്ല, നമ്മൾ കുറച്ച് കറങ്ങി പോകണം. അപ്പോൾ നമുക്ക് അതും നല്ല മഴയുള്ള സമയത്തായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റത്തുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ കഴിക്കാനായിട്ട് പോയി. അവിടെ തന്നെ എവിടെ ആ ഹോട്ടലിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അതിന് കുറച്ച് അടുത്ത് തന്നെയാണ്, വർക്കലയ്ക്ക് കുറച്ച് അടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലത്താണ് ഞങ്ങൾ കഴിക്കാൻ പോയത്. ആ ഹോട്ടലിൻ്റെ പേര് ഞാൻ മറന്നു. പിന്നെ രാത്രി ഒരു 7-8 മണിയായപ്പോഴാണ് ഞങ്ങൾ കഴിക്കാൻ പോയത്. അപ്പം ഞാൻ ഓർഡർ ചെയ്തിരുന്ന കൊത്തു പൊറോട്ടയാണ്. എനിക്കാണെങ്കിൽ ഇത് തുറന്ന് കുറച്ച് കഴിച്ചപ്പോൾ തന്നെ മതി. പിന്നെ എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്തിരുന്നു, ആരെങ്കിലുമൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു. കൊത്തു പൊറോട്ട ഞാനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്, ആരും കഴിക്കുന്നതും, എല്ലാവരും നിറഞ്ഞു. ഞാനാണെങ്കിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് മതിയായി. പിന്നെ ഒരു ഷേക്ക് ഓർഡർ ചെയ്തു. നല്ല രസമായിട്ടൊരു കുടയൊക്കെ വെച്ചിട്ടാണ് ഷേക്ക് വന്നത്. പിന്നെ ഞങ്ങൾ മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ ഹോട്ടലിൽ നിന്ന് തന്നെ പാഴ്സലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഒഴിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്ത് കുറച്ച് നേരം ഞാൻ പറയാതെ തന്നെ ഉറങ്ങിപ്പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.